Kim's Health Presents, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് 2025 ഡിസംബർ 17 ബുധനാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ 54ാമത് ദേശീയ ദിനാഘോഷത്തിൻ്റെയും ഹമദ് രാജാവിൻ്റെ സ്ഥാനാരോഹണത്തിൻ്റെ 26ാം വാർഷികത്തിൻ്റെയും ഭാഗമായി രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന 963 തടവുകാർക്ക് രാജകീയ മാപ്പ് നൽകി. തടവുകാരെ മോചിപ്പിക്കാൻ ഹമദ് ബിൻ ഈസ അൽ ഖലീഫ രാജാവ് പ്രത്യേക ഉത്തരവിട്ടു. ശിക്ഷാ കാലാവധിയുടെ നിശ്ചിത ഭാഗം പൂർത്തിയായവർക്കാണ് ഈ രാജകീയ കാരുണ്യം ലഭിക്കുന്നത്. കൂടാതെ ബദൽ ശിക്ഷാ നിയമപ്രകാരം ശിക്ഷ അനുഭവിച്ചു വരുന്ന ഒരു വിഭാഗം തടവുകാരും പട്ടികയിലുണ്ട്. തടവുകാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും അവർക്ക് മാന്യമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അവസരം നൽകുന്നതിനുമുള്ള ഭരണാധികാരിയുടെ മാനുഷിക സമീപനമാണ് ഈ ഉത്തരവിലൂടെ പ്രതിഫലിക്കുന്നത്. ബഹ്റൈനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തുടരുന്ന മഴയും ഇടിമിന്നലും വ്യാഴാഴ്ച വൈകുന്നേരം വരെ തുടരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യയിൽ നിന്ന് കിഴക്കോട്ട് നീങ്ങിയ ന്യൂനമർദ്ദമാണ് രാജ്യത്തെ മഴയ്ക്കും ശക്തമായ കാറ്റിനും കാരണമായത്. മണിക്കൂറിൽ 30 knots വരെ വേഗത്തിൽ കാറ്റടിക്കാനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. വെള്ളിയാഴ്ച മുതൽ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതോടെ രാജ്യത്ത് ശീതതരംഗം അനുഭവപ്പെടും. നിലവിൽ 18 ഡിഗ്രി സെൽഷ്യസിനും 23 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനില വെള്ളിയാഴ്ചയോടെ 12 ഡിഗ്രി സെൽഷ്യസിനും 17 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴാനാണ് സാധ്യത. ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ടൂബ്ലിയിലെ ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്കൊപ്പം ചേർന്ന് മൈത്രി ബഹ്റൈൻ ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിട്ടു. ആഘോഷ പരിപാടിയിൽ ലേബർ ക്യാമ്പിലെ 100 കണക്കിന് തൊഴിലാളികൾക്ക് ഭക്ഷണവും കുടിവെള്ളവും വിതരണം ചെയ്തു. മൈത്രി ബഹ്റൈൻ പ്രസിഡന്റ് സലീം തയ്യിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ സ്വാഗതം ആശംസിച്ചു. ചീഫ് കോർഡിനേറ്റർ സുനിൽ ബാബു ആഘോഷ സന്ദേശം നൽകി. ട്രഷറർ അബ്ദുൽ ബാരി നന്ദി പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി ഷബീർ ക്ലാപ്പന, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഷിറോസ് മഞ്ഞപ്പാറ, നൌഷാദ് തയ്യിൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബഹ്റൈൻ്റെ 54ാമത് ദേശീയ ദിനം പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് മുറിക്കലും ദേശീയ ദിന സന്ദേശ കൈമാറ്റവും നടന്നു. ബഹ്റൈൻ ഭരണകൂടം പ്രവാസികൾക്ക് നൽകി വരുന്ന പ്രത്യേക കരുതലിനും മികച്ച പിന്തുണയ്ക്കും അസോസിയേഷൻ നന്ദി രേഖപ്പെടുത്തി. പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവരുൾപ്പെടെയുള്ള കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ബഹ്റൈൻ്റെ 54ാമത് ദേശീയ ദിനം ആവേശപൂർവ്വം ആഘോഷിച്ചു. സൊസൈറ്റി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ സനീഷ് കൂർമുളിൽ ദേശീയ പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ബിൻരാജ് രാജൻ, വൈസ് ചെയർമാൻ സതീഷ് കുമാർ എന്നിവരും മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സന്നിഹിതരായിരുന്നു. കുട്ടികൾ ആലപിച്ച ബഹ്റൈൻ ദേശീയ ഗാനം ചടങ്ങിന് ഗാംഭീര്യമേകി. സൊസൈറ്റി കുടുംബാംഗങ്ങളും കുട്ടികളും സജീവമായി പങ്കെടുത്ത ആഘോഷത്തിൻ്റെ ഭാഗമായി മധുരവിതരണവും നടന്നു. കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് ചരിത്ര വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് OICC ബഹ്റൈൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി. ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണത്തിന് കേരളം നൽകിയ ശക്തമായ തിരിച്ചടിയാണ് ഈ ജനവിധിയെന്ന് OICC ദേശീയ കമ്മിറ്റി ഓഫീസിൽ നടന്ന വിജയാഘോഷ സമ്മേളനം വിലയിരുത്തി. ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് ബോബി പറയിൽ മുഖ്യപ്രഭാഷണം നടത്തി. തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മോഹനകുമാർ നൂറാടിനെയും ബിനു കുന്നന്താനത്തിനെയും സമ്മേളനം അഭിനന്ദിച്ചു. ദേശീയ കമ്മിറ്റിയുടെയും കോഴിക്കോട്, ആലപ്പുഴ ജില്ലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കേക്ക് മുറിച്ചും ലഡു വിതരണം ചെയ്തും പ്രവർത്തകർ വിജയം ആഘോഷിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ സജീവമായ ഹാർട്ട് ബഹ്റൈൻ തങ്ങളുടെ 8ാം വാർഷികം ഹാർട്ട് ഫെസ്റ്റ് എന്ന പേരിൽ വിപുലമായി ആഘോഷിച്ചു. സൽമാനിയയിലെ സിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ക്യാപിറ്റൽ ഗവർണർ MP മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി മുഖ്യാതിഥിയായിരുന്നു.
ചടങ്ങിൽ മേള കലാരത്നം സന്തോഷ് കൈലാസ്, പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ KT സലീം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഇന്ത്യയുടെയും ബഹ്റിൻ്റെയും ദേശീയ ഗാനങ്ങളോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ആദ്യഘട്ടത്തിൽ കുട്ടികളും മുതിർന്നവരും അണിനിരുന്ന ഫാഷൻ ഷോ കാണികളുടെ പ്രത്യേക ശ്രദ്ധ നേടി. സോപാനവാദി കലാസംഘത്തിൻ്റെ ആവേശകരമായ ചെണ്ടമേളത്തോടെ രണ്ടാം ഘട്ട ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിച്ചു. ഹാർട്ട് ഗ്രൂപ്പ് അഡ്മിൻ അംഗം വിജീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രജില പ്രജീഷ് സ്വാഗതം ആശംസിച്ചു. മുഹമ്മദ് ഹുസൈൻ അൽജനാഹി MP ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹാർട്ട് ബഹറിൻ്റെ ആദരസൂചകമായി പ്രജീഷ് റാം MPക്ക് ഉപഹാരം നൽകി. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സന്തോഷ് കൈലാസിനെ സുശാന്ത് പൊന്നാട അണിയിച്ച് ആദരിച്ചു. KT സലീം ചടങ്ങിന് ആശംസകൾ നേർന്നു. സബിത ബാബു നന്ദി രേഖപ്പെടുത്തി. സാബു പാല, ശ്രീനാഥ്, അനിർവേദ എന്നിവരായിരുന്നു അവതാരകർ. മൂന്നാം ഘട്ടത്തിൽ ഹാർട്ടിലെ കൊച്ചുകുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച കലാപ്രകടനങ്ങൾ സദസ്സിൻ്റെ മനസ്സിനെ കീഴടക്കി. ബഹ്റിൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് ടൂബ്ലി വാഗ്വേ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ദേശീയ പതാകയേന്തിയുള്ള മാർച്ച് പാസ്റ്റോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് കേക്ക് മുറിക്കലും അംഗങ്ങൾക്കായി വിവിധ വിനോദ കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ഷംസ് VP അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷഫീർ PK സ്വാഗതം ആശംസിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ നജീബ് കഡ്ലായി ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്തഫ, സുനിൽ ബാബു, CH റഷീദ് മാഹി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വൈസ് പ്രസിഡന്റ് ബാബുരാജ്, ശ്രീജിത്ത്, മബിൻ മാടത്തേത്ത് എന്നിവർ ആശംസകൾ നേർന്നു. സലീം തയ്യിൽ ചടങ്ങ് നിയന്ത്രിച്ചു. ജോയിന്റ് സെക്രട്ടറി ഫിറോസ്, ഷിഹാബ്, മനോജ് നമ്പ്യാർ, രതീഷ്, ജോഫി, സന്ദീപ്, രാജേഷ്, നിഷാദ്, ഷാഹുൽ, നസീം, ഷിജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ട്രഷറർ ഷബീർ നന്ദി രേഖപ്പെടുത്തി. കലാലയം സാംസ്കാരിക വേദി ബഹ്റിൻ സംഘടിപ്പിക്കുന്ന 15ാമത് നാഷണൽ പ്രവാസി സാഹിത്യോത്സവനായി 101 അംഗ സംഘാടക സമിതി നിലവിൽ വന്നു. ജനുവരി 16 അദാരി പാർക്കിൽ വെച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. റിസാല സ്റ്റഡി സർക്കിൾ വിവിധ തലങ്ങളിൽ സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയികളായ 300ഓളം പ്രതിഭകൾ ദേശീയ തലത്തിൽ മാറ്റുരയ്ക്കും. മാപ്പിളപ്പാട്ട്, പ്രസംഗങ്ങൾ, രചനാ മത്സരങ്ങൾ ഉൾപ്പെടെ 80ഓളം ഇനങ്ങളിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക വേദിയും ഒരുക്കും. ഗുദൈബിയയിൽ നടന്ന യോഗത്തിൽ മുഹ്സിൻ മദനിയെ ചെയർമാനായും അബ്ദുസമദ് കാക്കടവിനെ ജനറൽ കൺവീനറായും അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂരിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. റഹീം സഖാഫി വരവൂറാണ് വർക്കിംഗ് ചെയർമാൻ. മൻസൂർ അസ്നിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം മമ്മൂട്ടി മുസ്ലിയാർ വയനാട് ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക പ്രമുഖർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനത്തോടെ സാഹിത്യോത്സവ് സമാപിക്കും. റിഫ, മുഹറഖ്, മനാമ സോണുകളിൽ നിന്നുള്ള പ്രതിഭകളാണ് ജനുവരിയിൽ അദാരി പാർക്കിലെ സാഹിത്യോത്സവ നഗരിയിൽ ഒത്തുചേരുന്നത്. ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ബഹ്റിൻ രാജ്യത്തിൻ്റെ 54ാമത് ദേശീയ ദിനം വിപുലമായി ആഘോഷിച്ചു. രാജ്യത്തെ വിവിധ റീജിയനുകളായി പ്രവർത്തിക്കുന്ന മജ്മത്ത് അലി ഖുർആൻ മദ്രസകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച ആഘോഷങ്ങളിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഉമ്മുൽ ഹസൻ റീജിയൻ പ്രസിഡന്റ് അബ്ദുൽ സഖഫ് ഹാജിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് സിദ്ദിഖ് മാസ് ഉദ്ഘാടനം ചെയ്തു. നസീഫ് അൽ ഹസനി ഉദ്ബോധനം നടത്തി. ആഘോഷങ്ങളുടെ ഭാഗമായി ഫ്ലാഗ് കളറിംഗ്, ഫ്ലാഗ് ഡ്രോയിങ്, എസ്സേ റൈറ്റിംഗ്, ക്വിസ് മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു. മുസ്തഫ പൊന്നാനി സ്വാഗതവും അസ്കർ താനൂർ നന്ദിയും പറഞ്ഞു. സൽമാബാദ് മജ്മത്ത് അലീമിൽ ഖുർആൻ മദ്രസയിലെ ആഘോഷങ്ങൾ സദർ മുഅല്ലിം അബ്ദുറഹീം സഖാഫി ഉദ്ഘാടനം ചെയ്തു. റീജിയൻ ജനറൽ സെക്രട്ടറി അബ്ദുള്ള രന്ദദാനി സന്ദേശ പ്രഭാഷണം നടത്തി. ദേശീയ ഗാനാലാപനം, ഫ്ലാഗ് റേസിംഗ് എന്നിവയും നടന്നു. മനാമ സുന്നി സെന്ററിൽ നടന്ന പരിപാടികൾക്ക് സയ്യിദ് അസ്ഹർ അൽ ബുഖാരി, ഹുസൈൻ സഖാഫി കൊളത്തൂർ, മുഹമ്മദ് സഖാഫി ഉളിക്കൽ, അഷ്റഫ് രാമത്ത്, ഷാംബു മാമ്പ തുടങ്ങിയവർ നേതൃത്വം നൽകി. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.